പിന്നെ എനിക്ക് മാത്സിലാണെങ്കിൽ സ്പീഡ് കുറവായിരുന്നു. അതായത് എക്സാമിൽ ആ കൃത്യ സമയത്ത് ടൈമിൽ നമ്പർ സീരീസ് ക്വസ്റ്റ്യൻസ് ഒക്കെ വരുമ്പോൾ സ്പീഡ് കുറവായിരുന്നു. അത് ഞാൻ ഡെയിലി 20 ക്വസ്റ്റ്യൻസ് വെച്ച് നമ്മുടെ ആപ്പിൽ തന്നെ സീരീസിൻ്റെ ഇഷ്ടംപോലെ ക്വസ്റ്റ്യൻസ് ഉണ്ട്. അപ്പോൾ ഡെയിലി 20 ക്വസ്റ്റ്യൻസ് വെച്ച് പ്രാക്ടീസ് ചെയ്താണ് സ്പീഡാക്കിയത്. ഇംഗ്ലീഷ് നല്ല ക്ലാസ്സാണ് നമുക്ക് കിട്ടിക്കൊണ്ടിരുന്നത്. ആ ക്ലാസ്സും പ്രീവിയസ് ക്വസ്റ്റ്യൻസ് തന്നെയാണ് ഇംഗ്ലീഷിന്. പ്രീവിയസ് ക്വസ്റ്റ്യൻസ് പഠിച്ചാൽ തന്നെ നമുക്കത് ഇംഗ്ലീഷ് ക്രാക്കാൻ പറ്റും. സഹകാരി റേസ് പ്ലസ് ആദ്യമായിട്ട് ഓഫ്ലൈൻ ക്ലാസ് തുടങ്ങിയപ്പോൾ അല്ലേ, ഏറ്റവും ചെറിയ ആദ്യത്തെ കുഞ്ഞു ബാച്ചിൽ സഹകാരിയോടൊപ്പം ജോയിൻ ചെയ്ത ആർദ്ര ഇപ്പോൾ നിലവിൽ നമ്മുടെ പേരൂർക്കട സർവീസ് സഹകരണ ബാങ്കിൽ 7ാം റാങ്ക് ഹോൾഡറായിട്ട് അഡ്വൈസ് കൈപ്പറ്റി നിൽക്കുന്ന ഏറ്റവും സന്തോഷകരമായിട്ടുള്ളൊരു സന്ദർഭത്തിലാണ് നമ്മളിപ്പോൾ കൂടെയുള്ളത്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ എത്ര കാലം ഉണ്ടായിരുന്നു മോളെ നമ്മുടെ ഒരു പഠനത്തിൻ്റെ ഒരു സ്ട്രീക്ക്? ശരിക്കും പറഞ്ഞാൽ ഞാൻ 2022 സഹകാരിയുടെ ഫസ്റ്റ് ബാച്ച് സ്റ്റാർട്ട് ചെയ്തപ്പോഴാണ് ജോയിൻ ചെയ്തത്. ശരിക്കും പറഞ്ഞാൽ 1.5 വർഷം അല്ലേ? 1.5 വർഷത്തെ പഠനം കൃത്യമായിട്ട് ആവശ്യമായിട്ട് വന്നു എന്നുള്ളതാണ്. അപ്പോൾ എന്തായാലും അതിനകത്ത് തുടക്കം മുതൽ ഒടുക്കം വരെ അതിൽ ഉറച്ചു നിൽക്കുക എന്നുള്ളത് അല്ലേ വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. പലരും പറഞ്ഞു ഇതിൽ പഠിച്ചാൽ ഒന്നും കിട്ടാൻ പോകുന്നില്ല, PSC നോക്കാൻ പറഞ്ഞിട്ടുണ്ട്, അല്ലെങ്കിൽ വേറെ ജോബ് നോക്കാനൊക്കെ പറഞ്ഞിട്ടുണ്ട്. പക്ഷേ എനിക്ക് ഇതിൽ തന്നെ ജോലി വാങ്ങണം എന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു, ഉറപ്പുണ്ടായിരുന്നു. നമ്മളൊരു സാറ് പലപ്പം പറയും, ഒരു കിണർ നമ്മളിങ്ങനെ കുഴിക്കുന്ന പോലെയാണെന്ന് പറയും. കിണർ നമ്മൾ കുഴിച്ചിട്ട് അവസാനത്തെ ഒരു വെട്ടും കൂടെ മതിയായിരിക്കും വെള്ളം കാണാൻ. പക്ഷെ ആ സമയത്ത് നമ്മൾ എന്ത് ചെയ്യും? ഉപേക്ഷിച്ച് പോയാൽ പിന്നെയും മഴ വന്നിട്ട് പിന്നെയും മണ്ണ് വന്ന് മൂടും. പിന്നെ നമ്മൾ ഒന്നേന്ന് കുഴിച്ച് തുടങ്ങേണ്ടതായിട്ട് വരും. അപ്പോൾ എല്ലാവരുടെ പറയാനുള്ളതാണ്, നിങ്ങൾ എന്ത് ചെയ്യുക, തുടക്കം തൊട്ട് ഒടുക്കം വരെ അല്ലേ, നമ്മുടെ ആദ്യത്തെ ഒപ്പിടുന്നത് വരെ ശ്രമിച്ചുകൊണ്ടിരിക്കുക എന്നുള്ളതാണ്. അപ്പോൾ അതിനോടൊപ്പം നമ്മുടെ JSCയുടെ പ്രിപ്പറേഷൻ ഉണ്ടായിരുന്നു. JC നല്ല ക്ലാസ്സുകളായിരുന്നു, നമുക്ക് നല്ല സപ്പോർട്ടായിരുന്നു സാറുമാർ. എക്സാമുകളായാലും എല്ലാം കറക്റ്റ് എക്സാമുകൾ, മന്ത്ലി എക്സാം, വീക്ക്ലി എക്സാം, റിവിഷൻ എക്സാമുകൾ. എത്ര പ്രാവശ്യം സഹകാരിയുടെ മന്ത്ലി എക്സാമിനേഷൻ ടോപ്പർ ആയിട്ടുണ്ട്? 2 പ്രാവശ്യം സഹകാരിയുടെ മന്ത്ലി എക്സാമിനേഷൻ ടോപ്പ് അടിച്ച കുട്ടിയുടെ. അപ്പോൾ നമുക്ക് അറിയാൻ പറ്റും നമുക്ക് ജോലി ഇദ്ദേഹത്തിന് കിട്ടും ഉറപ്പാണെന്നുള്ള കാര്യം. നിങ്ങൾ ഇപ്പോൾ ഓൺലൈൻ ബാച്ച് ആണെന്നുണ്ടെങ്കിലും ഓഫ്ലൈൻ ബാച്ച് ആണെന്നുണ്ടെങ്കിലും എസ്പെഷ്യലി വീക്ക്ലിയിലും മന്ത്ലിയിലും ടോപ്പ് അടിക്കാൻ വേണ്ടി നോക്കുക. എപ്പോഴും ഒരു 90+ സ്കോർ അല്ലേ, 90% മുകളിലോട്ട് നമ്മുടെ സ്കോർ നിൽക്കുന്നു എന്ന് ഉറപ്പാക്കുക എന്നുള്ളതാണ് എപ്പോഴും വിജയത്തിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യം. അപ്പോൾ അതിനോടൊപ്പം ഓവറാൾ പറഞ്ഞു കഴിഞ്ഞാൽ സ്പെഷ്യലായിട്ട് എന്തൊക്കെയായിരുന്നു ആർദ്രയുടെ മെത്തേഡ്സും? ഞാൻ സഹകാരിയുടെ ക്ലാസ്സുകളാണ് രാജേഷ് സാറിൻ്റെ ക്ലാസ് തന്നെ, ലോയുടെ ക്ലാസ് കേൾക്കുമ്പോൾ തന്നെ അത് ഓർമ്മയിലിരിക്കും പിന്നീട് ഓർത്ത്. പിന്നെ പ്രീവിയസ് ക്വസ്റ്റ്യൻസ് ആയിരുന്നു, അത് ഡെയിലി 2 പ്രീവിയസ് ക്വസ്റ്റ്യൻസ് വെച്ച് വർക്കൗട്ട് ചെയ്യായിരുന്നു. പിന്നെ എനിക്ക് മാത്സിലാണെങ്കിൽ സ്പീഡ് കുറവായിരുന്നു. അതായത് എക്സാമിൽ ആ കൃത്യ സമയത്ത് ടൈമിൽ നമ്പർ സീരീസ് ക്വസ്റ്റ്യൻസ് ഒക്കെ വരുമ്പോൾ സ്പീഡ് കുറവായിരുന്നു. അത് ഞാൻ ഡെയിലി 20 ക്വസ്റ്റ്യൻസ് വെച്ച് നമ്മുടെ ആപ്പിൽ തന്നെ സീരീസിൻ്റെ ഇഷ്ടംപോലെ ക്വസ്റ്റ്യൻസ് ഉണ്ട്. അപ്പോൾ ഡെയിലി 20 ക്വസ്റ്റ്യൻസ് വെച്ച് പ്രാക്ടീസ് ചെയ്താണ് സ്പീഡാക്കിയെടുത്തത്. അപ്പോൾ 2 കാര്യങ്ങളാണ് ആർദ്രയ്ക്ക് എടുത്തു പറയാനുള്ളത്. ഒന്ന്, നമുക്ക് പ്രീവിയസ് ക്വസ്റ്റ്യൻസ് വർക്കൗട്ട് ചെയ്യുന്നതിലെ പ്രാധാന്യം. അപ്പോൾ അതിനകത്ത് എനിക്കൊന്ന് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ വർക്കൗട്ട് ചെയ്യുമ്പോഴത്തേക്കും നമുക്ക് അറിയാൻ പറ്റും സമയം കിട്ടുന്നുണ്ടോ, അല്ലെങ്കിൽ ഇങ്ങനെ ചെയ്താൽ എത്തിപ്പെടോ, എവിടെയാണ് നമുക്ക് സമയം പോകുന്നത്. അപ്പോൾ നമ്മുടെ പ്രീവിയസ് ഇയറിൻ്റെ ബുക്ക് കുറേ സഹകാരിയുടെ ബുക്ക് തന്നെയാണ്, അതിൽ തന്നെയാണ് പ്രൊമോഷൻ ടെസ്റ്റിൻ്റെ ക്വസ്റ്റ്യൻ ആയാലും CCBയുടെ പ്രീവിയസ് ക്വസ്റ്റ്യൻ ആയാലും എല്ലാം ഉണ്ട്. അപ്പോൾ ഈ 2 ക്വസ്റ്റ്യൻ വെച്ച് ഒരു ദിവസം അവസാനം വർക്കൗട്ട് ചെയ്യായിരുന്നു. അപ്പോൾ സ്പീഡാക്കിയേ പറ്റത്തുള്ളൂ അല്ലേ? സ്പീഡാക്കാൻ വേണ്ടിയിട്ട് ആർദ്ര അവസാനം ചെയ്തത് പ്രാക്ടീസ് ചെയ്ത് നിരന്തരം പ്രാക്ടീസ് ചെയ്ത് നമുക്ക് ആ സ്പീഡിലേക്ക് എത്തിക്കുക എന്നുള്ളത് വളരെ പ്രാധാന്യമാണ്. എന്നാൽ മാത്രമേ നമുക്ക് എത്തിച്ചേരാൻ പറ്റത്തുള്ളൂ അല്ലേ? അതുപോലെ ഇംഗ്ലീഷിൻ്റെ കാര്യങ്ങൾ എങ്ങനെയാണ് ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നത്? ഇംഗ്ലീഷ് എനിക്ക് കുഴപ്പമില്ലായിരുന്നു, പക്ഷേ ഇംഗ്ലീഷ് നല്ല ക്ലാസ്സാണ് നമുക്ക് കിട്ടിക്കൊണ്ടിരുന്നത്. ആ ക്ലാസ്സും പ്രീവിയസ് ക്വസ്റ്റ്യൻസ് തന്നെയാണ് ഇംഗ്ലീഷ്. പ്രീവിയസ് ക്വസ്റ്റ്യൻസ് പഠിച്ചാൽ തന്നെ നമുക്കത് ഇംഗ്ലീഷ് ക്രാക്കാൻ പറ്റും. നമ്മൾ അൺലൈക്ക് മറ്റുള്ള PSC എക്സാമിനേഷൻ പോലെയല്ല, ഇവിടെ നമുക്കൊരു കൃത്യമായ പാറ്റേൺ ഫോളോ ചെയ്താലല്ലേ നമുക്ക് വൊക്കാബുലറി ആണെന്നുണ്ടെങ്കിലും അല്ലെങ്കിൽ പാടായിട്ട് വരുന്നുള്ളൂ. ബാക്കി നമുക്ക് നമ്മുടെ ഗ്രാമർ പാർട്ട് വളരെ സിമ്പിളായിട്ട് നമുക്ക്
എടുക്കാൻ പറ്റുന്ന രീതിയിലാണ് PSCB സാധാരണ ചോദിക്കുന്നത്. നിങ്ങൾ പക്ഷേ ഒരു ശ്രദ്ധിക്കേണ്ട കാര്യം, മാത്സ്, ഇംഗ്ലീഷ്, GK ഈ കാര്യങ്ങളിൽ ശ്രദ്ധ കൊടുക്കാതെ റാങ്ക് ലിസ്റ്റ് വരുമോ? വരില്ല. അപ്പോൾ അതെല്ലാവരും പ്രത്യേകം ശ്രദ്ധിക്കുക. അത് ഇനി വരുന്ന നമ്മുടെ JCA എക്സാമിനേഷനകത്തും നമ്മളൊരു മാർക്ക് പ്രതീക്ഷിക്കുന്നുണ്ട്. എന്തായാലും ഇപ്പോൾ അത് മാർക്ക് പറയുന്നില്ല. JCയുടെ റാങ്ക് ഹോൾഡർ ആകുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഉറപ്പായിട്ട് ആർദ്ര ഒന്നും കൂടെ വരും അല്ലേ ആർദ്ര? ഓക്കെ. ഇനി എന്തായാലും ആർദ്രയുടെ ഒരു പുതിയ ലൈഫ് സ്റ്റാർട്ട് ചെയ്യുകയാണ് അല്ലേ? ആ പുതിയ ലൈഫ് മുന്നോട്ട് പോകാനുള്ളൊരു പ്ലാനിലാണ് ആർദ്ര. അപ്പോൾ ഭാവിയിലേക്കുള്ള എല്ലാവിധ ആശംസകൾ നേരുന്നു ആർദ്രയെ. നന്നായിട്ട് വരിക.